നമസ്കാരം. STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. സ്വകാര്യ കുത്തക മുതലാളിമാർ വൈദ്യുത മേഖല കൈയടക്കാൻ ശ്രമിക്കുകയാണെന്ന് വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. കേന്ദ്രം തെറ്റായ സമീപനം തുടരുമ്പോഴും കേരളത്തിന്റെ സർവോത്മകമായ വികസന മുന്നേറ്റത്തിന് ഊർജം പകർന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും KECBയും വൈദ്യുതി ഉൽപാദന പ്രസരണ വിതരണ മേഖലകളിൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നതെന്നും മന്ത്രി. ആധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളം ആവശ്യപ്പെട്ട 3 കാര്യങ്ങളും കേന്ദ്രം അവഗണിച്ചെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. ദുരന്തത്തെ L3 വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്നും ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളണമെന്നും ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം നിരാകരിച്ചെന്നും മന്ത്രി. പുതിയ സ്വപ്ന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ഷൊർണൂരിന്റെ മുഖമുദ്രയായ മെറ്റൽ ഇൻഡസ്ട്രീസ്. ഒരുങ്ങുന്നത് ISRO ബ്രഹ്മോസ് പോലുള്ളവയ്ക്ക് റോക്കറ്റ് വിക്ഷേപണങ്ങൾക്കും മിസൈലുകൾക്കും ആവശ്യമായ ചെറിയ ഫോർജിംഗ് നിർമ്മിച്ചു നൽകുന്ന എയ്റോസ്പേസ് പദ്ധതി ആരംഭിക്കുന്നത് മെറ്റൽ ഇൻഡസ്ട്രീസിന് കീഴിലെ സർക്കാർ പെട്രോൾ പമ്പിന് സമീപത്തുള്ള 12 ഏക്കർ സ്ഥലത്ത്. വടക്കാഞ്ചേരി കുണ്ടന്നൂരിൽ പോലീസിന്റെ വൻ കഞ്ചാവ് വേട്ട. പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന 80 കിലോ കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ 3 പേർ പിടിയിൽ. ഓങ്ങല്ലൂരിൽ MDMAയുമായി 2 യുവാക്കളെയും അനധികൃത മദ്യവിൽപ്പന നടത്തിയ മുതുതല സ്വദേശിയും പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. വാർത്തകൾ വിശദമായി. കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി നിർവഹിച്ചു. സെക്ഷൻ ഓഫീസ് കൂടുതൽ സൗകര്യങ്ങളോടെ പുതുതായി നിർമ്മിച്ച KECBയുടെ സ്വന്തം കെട്ടിടത്തിലേക്ക് മാറിയതോടെ ഗുണഭോക്താക്കൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട സേവനം പ്രദാനം ചെയ്യാൻ സഹായകരമാകും. വർഷങ്ങളായി കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് വാടക കെട്ടിടത്തിലാണ് പ്രവർത്തിച്ചു വന്നിരുന്നത്. സെക്ഷന്റെ പരിധിയിൽ പട്ടാമ്പി നഗരസഭയുടെയും കൊപ്പം വെളയൂർ കുലുക്കല്ലൂർ തിരുവേഗപ്പുറ ഗ്രാമപഞ്ചായത്തുകളുടെയും പ്രദേശങ്ങളിൽ താമസിക്കുന്നവർ ഉൾപ്പെടെ 17,985 ഉപഭോക്താക്കളാണുള്ളത്. കൊപ്പം വില്ലേജിൽ കൊഴിഞ്ഞിപ്പറമ്പ് സബ്സ്റ്റേഷനോട് ചേർന്ന് ട്രാൻസ്മിഷൻ വിഭാഗം വിട്ടു നൽകിയ 15.44 സെന്റ് സ്ഥലത്താണ് 1883 അടി വിസ്തീർണമുള്ള കൊപ്പം സെക്ഷൻ ഓഫീസ് മന്ദിരം ആധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ചിരിക്കുന്നത്. 70 ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത്. വെള്ളിയാഴ്ച രാവിലെ വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി ഓഫീസ് മന്ദിരം ഉദ്ഘാടനം ചെയ്തു. വൈദ്യുതി മുടങ്ങാതെ കൊടുക്കുക എന്നതാണ് വകുപ്പിന്റെയും സർക്കാരിന്റെയും ലക്ഷ്യമെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ സമീപനം ശരിയല്ല. സ്വകാര്യ കുത്തക മുതലാളിമാർ വൈദ്യുത മേഖല കൈയെടുക്കാൻ ശ്രമിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ KECBയുടെ നിലനിൽപ്പ് അത്യാവശ്യമാണ്. ബോർഡ് നിലനിൽക്കാനുള്ള ശ്രമങ്ങളാണ് സംസ്ഥാന സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും വൈദ്യുതി പുറത്തുനിന്നും വാങ്ങുന്ന അവസ്ഥയുണ്ടെന്നും മന്ത്രി പറഞ്ഞു. കേരളത്തിന്റെ സർവോത്മകമായ വികസന മുന്നേറ്റത്തിന് ഊർജം പകർന്നുകൊണ്ട് സംസ്ഥാന സർക്കാരും കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡ് ലിമിറ്റഡും വൈദ്യുതി ഉൽപാദന പ്രസരണ വിതരണ മേഖലകളിൽ സജീവ ശ്രദ്ധ പുലർത്തി വികസന പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു. വല്ലപ്പുഴ ഇലക്ട്രിക്കൽ സബ്സ്റ്റേഷൻ പരിഗണനയിലുണ്ടെന്നും മന്ത്രി സൂചിപ്പിച്ചു. 5 മിനിറ്റ് ഇലക്ട്രിസിറ്റി പോയാൽ എന്തൊക്കെയാണ് നമ്മൾ ചെയ്യുക? എനിക്കൊരു ദിവസം രാത്രി 2 മണിക്ക് ഫോൺ, ഞാൻ അത്യാവശ്യം ഫോൺ എടുക്കുന്ന ആളാണ്. ഞാൻ ഫോൺ വേറെ ആരെങ്കിലും കൊടുക്കാറില്ല, എടുക്കുന്ന ആളാണ്. അപ്പോൾ രാത്രി 12 മണിക്കും 1 മണിക്കും വിളിക്കുന്നത് 1 മിനിറ്റ് ഇവർ ഫോൺ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇലക്ട്രിസിറ്റി വന്നിട്ടുണ്ടാവും. എന്നാലും വിളിച്ച് പറയുന്ന ഒരു പരാതിയാണ്. ഇലക്ട്രിസിറ്റി അത്രയും ആവശ്യമാണ്. അവരുടെ കുറ്റം പറയലല്ല, അത് മുടങ്ങാണ്ട് കൊടുക്കേണ്ടത് നമ്മുടെ ബാധ്യതയാണ്. പക്ഷേ ചില കാരണങ്ങളെ കൊണ്ട് മഴയും ഇതൊക്കെ വന്നതുകൊണ്ടും കാറ്റുകളും മറ്റേ കൊടുങ്കാറ്റ് വരെ വന്നിട്ട് നമ്മൾ ഒരു മുടക്കമില്ലാണ്ട് കൊടുക്കാൻ സാധിച്ചു. മേഖലയിൽ പണിയെടുക്കുന്ന ജീവനക്കാർക്ക് ഭൗതിക സാഹചര്യങ്ങൾ ഒരുക്കുന്നത് എൻ്റെ കടമയാണ്. മെച്ചപ്പെട്ട അന്തരീക്ഷം ഉണ്ടെങ്കിൽ മാത്രമേ നിസ്സീമമായ പ്രവർത്തനങ്ങൾ നമുക്ക് നടത്തുവാൻ കഴിയുള്ളൂ. ഈ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം 27 ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസുകൾക്ക് വേണ്ടി പുതിയ ഓഫീസ് മന്ദിരങ്ങൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഇതിനു പുറമെ മിനി വൈദ്യുതി ഭവനങ്ങൾ ഉൾപ്പെടെ 7 ഓഫീസ് മന്ദിരങ്ങളും ഈ സർക്കാരിൻ്റെ കാലത്ത് പൂർത്തിയാക്കി. വെയിലും മഴ വയ്ക്കാതെ പലപ്പോഴും വീടുകളിൽ പോലും പോകാതെ ഓഫീസ് തങ്ങിയാണ് വൈദ്യുതി മേഖലയിലെ തൊഴിലാളികൾ പ്രവർത്തിക്കുന്നത്. കൊപ്പം അൽക്കോവാസ് ഓഡിറ്റോറിയത്തിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ മുഹമ്മദ് മൂസിൻ MLA അധ്യക്ഷത വഹിച്ചു. ചീഫ് എഞ്ചിനീയർ KS രജനി റിപ്പോർട്ട് അവതരിപ്പിച്ചു. സജി പൗലോസ് സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ KECB ലിമിറ്റഡ് സ്വതന്ത്ര ഡയറക്ടർ അഡ്വക്കേറ്റ് V മുരുകദാസ്, ജനപ്രതിനിധികളായ ഗീതാ മണികണ്ഠൻ, T ഉണ്ണികൃഷ്ണൻ, V രമണി, ബേബി ഗിരിജ, A ഷാബിറ ടീച്ചർ, EK ഷഫീഖ്, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ OK സൈതലവി, ജയകൃഷ്ണൻ, AK മുസ്തഫ, K മോഹൻദാസ്,
എൻ പരമേശ്വരൻ തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വൈദ്യുത ചാർജ് വർധനവ് ഉടൻ ഉണ്ടാകുമെന്നും ചാർജ് വർധനവില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ലെന്നും വൈദ്യുത വകുപ്പ് മന്ത്രി കെ കൃഷ്ണൻകുട്ടി. ചാർജ് വർധനവിനെ സംബന്ധിച്ച് റെഗുലേറ്ററി കമ്മീഷനാണ് പൂർണ്ണ അധികാരമെന്നും മന്ത്രി പറഞ്ഞു. കൊപ്പത്ത് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുകയായിരുന്നു മന്ത്രി. വൈദ്യുത ചാർജ് വർധനവ് ഉടൻ പ്രതീക്ഷിക്കാമെന്നും മന്ത്രി പറഞ്ഞു. വർധനവില്ലാതെ മുന്നോട്ടു പോകാൻ കഴിയില്ല. സ്വാതന്ത്ര്യം കിട്ടി ഇത്ര വർഷമായിട്ടും വൈദ്യുതിയില്ലാത്ത 97 ഗ്രാമങ്ങളുണ്ടെന്നും മന്ത്രി സൂചിപ്പിച്ചു. വൈദ്യുതി മുടങ്ങാതെ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുക എന്നതാണ് വകുപ്പിന്റെയും സർക്കാരിന്റെയും ലക്ഷ്യമെന്നും മന്ത്രി കെ കൃഷ്ണൻകുട്ടി പറഞ്ഞു. പകല് കുറച്ച് കിട്ടുന്നുണ്ട്. അപ്പോൾ റെഗുലേറ്ററി കമ്മീഷൻ അതെല്ലാം പരിശോധിച്ചിട്ട് നമ്മുടെ ഈ സ്ഥാപനം നിലനിൽക്കുന്ന രീതിയിലുള്ള ഒരു തീരുമാനമുണ്ട്. ഞങ്ങൾ ഗവൺമെന്റിൽ നിന്ന് പ്രത്യേകിച്ച് ഞങ്ങൾ റെഗുലേറ്ററി കമ്മീഷനോട് അഭ്യർത്ഥിച്ചിട്ട് പകല് നമുക്ക് ഇലക്ട്രിസിറ്റി ചാർജ് കമ്മിയാക്കി കൊടുക്കാനുള്ള ലേശം രാത്രി കൂട്ടിയാലും പകൽ കമ്മിയാക്കി കൊടുക്കാനുള്ള ഒരു തീരുമാനം ഉണ്ടാകുന്നതാണ് ഞാൻ അങ്ങനെ ഒരു നിർദ്ദേശം നമ്മൾക്ക്. എല്ലാ നിത്യോപ സാധനത്തിനുള്ള വിലവർദ്ധന പറഞ്ഞുകൊണ്ടിരിക്കും. ഈ വൈദ്യുതി ചാർജ് കൂടി വരുമ്പോൾ അല്ല, ഞാൻ ചോദിക്കട്ടെ, 97 കോളനിയിൽ ഇനിയും ഇലക്ട്രിസിറ്റി കണ്ടിട്ടില്ല ആദിവാസി. എത്ര കൊല്ലമായി സ്വാതന്ത്ര്യം കിട്ടിയിട്ട്? 76 കൊല്ലമായി അല്ലേ? അവർക്കൊക്കെ എത്തിക്കണ്ടേ? നമുക്ക് മാത്രം കിട്ടിയാൽ പോരല്ല, അവർക്കൊക്കെ എത്തിക്കണം. 50 യൂണിറ്റ് വരെ താഴെയുള്ള ആൾക്ക് ഫ്രീ ആണ്, കർഷകർക്ക് ഫ്രീ ആണ്, സോളാർ വെച്ച് കൊടുക്കുന്നതൊക്കെ ഫ്രീ ആണ്. അവർക്കൊക്കെ കൊടുക്കണമെങ്കിൽ ലേശം സാമ്പത്തികമായി കഴിവുള്ളവർക്ക് ലേശം കൊടുക്കണ്ടേ? പിടിക്കണ്ടേ? ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളം ആവശ്യപ്പെട്ട 3 കാര്യങ്ങളും കേന്ദ്രം അവഗണിച്ചെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. 1201 കോടി രൂപയുടെ നഷ്ടപരിഹാര കണക്ക് കൊടുത്തതാണ്. ദുരന്തത്തെ L3 വിഭാഗത്തിൽ പെടുത്തണമെന്നും ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളണമെന്നും അഭ്യർത്ഥിച്ചിരുന്നു. സെക്ഷൻ 13 പ്രകാരം കടം എഴുതിത്തള്ളാൻ കേന്ദ്രത്തിന് സാധിക്കുമായിരുന്നിട്ടും ഒന്നും ചെയ്തില്ലെന്നും മന്ത്രി തൃശൂരിൽ പറഞ്ഞു. L3 സംസ്ഥാനത്തിന് കൈകാര്യം ചെയ്യാവുന്നതിനേക്കാൾ ഉയർന്ന തലത്തിൽ രാജ്യതലത്തിൽ ഇടപെടേണ്ട ദുരന്തം ആ L3 ആയി പ്രഖ്യാപിക്കണം എന്ന് പറഞ്ഞതിന് 4 മാസക്കാലമായിട്ട് ഒരു മറുപടിയില്ല. രണ്ടാമത്തെ കാര്യം, മേപ്പാടിയിലെ 10, 11, 12 വാർഡുകളിൽ ഈ ദുരന്തബാധിതരായ ആളുകളുടെ കടങ്ങൾ എഴുതി തള്ളാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് 2005 പ്രകാരം സെക്ഷൻ 13 പ്രകാരം ദേശസൽകൃത ബാങ്കുകളിലെ കടങ്ങൾ എഴുതി തള്ളാനുള്ള അധികാരമുണ്ട്. ആ അധികാരം ഉപയോഗിച്ചുകൊണ്ട് ദേശീയ ഗവൺമെന്റ് കടങ്ങൾ എഴുതി തള്ളണം. കേരളത്തിന് ചെയ്യാവുന്ന 2 കാര്യമാണ്. ഒന്ന്, സ്റ്റേറ്റ് ലെവൽ മോണിറ്ററിംഗ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുക, ബാങ്കിങ് കമ്മിറ്റിയിൽ അവതരിപ്പിക്കുക, SLBC സ്റ്റേറ്റ് ലെവൽ ബാങ്കേഴ്സ് കമ്മിറ്റി. അത് നമ്മൾ ചെയ്തു. കേരളത്തിന് പിന്നെ എഴുതി തള്ളാവുന്ന ഒറ്റ ബാങ്കേ ഉള്ളൂ, അത് കേരള ബാങ്ക്. ആ കേരള ബാങ്കിലെ 6 കോടി രൂപയും എഴുതി തള്ളി. അപ്പോ ദേശീയ ഗവൺമെന്റിന് കടങ്ങൾ എഴുതി തള്ളാൻ സെക്ഷൻ 13 പ്രകാരം അവസരം ഉണ്ടായത് ഇതുവരെ വിനിയോഗിച്ചിട്ടില്ല. മൂന്നാമത്തെ കാര്യം, അഡീഷണൽ അസിസ്റ്റൻസ് ആണ്. 1202 കോടി രൂപയുടെ നഷ്ടമുണ്ടായ കേരളത്തിൽ ഹിമാചലിലും ത്രിപുരയിലും കർണാടകത്തിലും തമിഴ്നാട്ടിലും ഒക്കെ കൊടുത്തതുപോലെ കേരളത്തിന് അഡീഷണൽ അസിസ്റ്റൻസ് കൊടുക്കണം എന്ന് കോടതി തന്നെ പറഞ്ഞിട്ടും ഈ 4 മാസക്കാലമായി അതിനെക്കുറിച്ച് ഒരു നിർദ്ദേശവുമില്ല. ആഗസ്റ്റ് 17 കേരളം കൊടുത്ത നിവേദനം എവിടെ പോയി? ആ മെമ്മോറാണ്ടം എവിടെ പോയി? ആ മെമ്മോറാണ്ടം കൊടുത്തതിന് ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയെ നേരിട്ട് കണ്ട് ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ഈ നിവേദനത്തിന്റെ റിമൈൻഡർ കൊടുത്തല്ലോ, പരിശോധിക്കാം എന്നല്ലേ പ്രധാനമന്ത്രി പറഞ്ഞത്. അതിനുശേഷം ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി കേരളത്തിനായി എല്ലാ കത്തിലും ആ കാര്യം പരിശോധിച്ചു വരികയാണ് എന്നാണ് പറഞ്ഞത്. അപ്പൊ അവിടെ ഒരു മെമ്മോറാണ്ടം ഉണ്ടല്ലോ. ഒരു നൂറ്റാണ്ടിന്റെ ചരിത്രമുള്ള ഷൊർണൂർ മെറ്റൽ ഇൻഡസ്ട്രീസ് പുതിയ സ്വപ്ന പദ്ധതിക്ക് തുടക്കമിടുന്നു. കാർഷികോപകരണങ്ങളും പരമ്പരാഗത തൊഴിലുപകരണങ്ങളും നിർമ്മിക്കുന്ന കമ്പനിയാണ് പുതിയ കാൽവയ്പ് നടത്തുന്നത്. റോക്കറ്റുകൾക്കും മിസൈലുകൾക്കുമായി വിവിധ തരം ഫോർജിങ്ങുകൾ ഉൽപ്പാദിപ്പിച്ചു നൽകാനുള്ള 2 ടൺ ഹാമറും അനുബന്ധ യന്ത്ര സാമഗ്രികളും അടങ്ങുന്ന പദ്ധതിയും ഷൊർണൂരിന്റെ മുഖം മാറ്റുന്ന ഇക്കോ മെറ്റൽ പാർക്കുമാണ് ഒരുങ്ങുന്നത്. ISRO ബ്രഹ്മോസ് പോലുള്ളവയ്ക്ക് റോക്കറ്റ് വിക്ഷേപണങ്ങൾക്കും മിസൈലുകൾക്കും ആവശ്യമായ ചെറിയ ഫോർജിംഗ് നിർമ്മിച്ചു നൽകുന്നതാണ് പുതിയ എയ്റോസ്പേസ് പദ്ധതി. 7 കോടിയുടെ അടങ്കൽ പ്രതീക്ഷിക്കുന്ന പദ്ധതിയിൽ ആദ്യഘട്ടമെന്ന രീതിയിൽ 2.5 കോടി സർക്കാർ നൽകി കഴിഞ്ഞു. ഈ പദ്ധതിയിലെ കുറെ യന്ത്രസാമഗ്രികൾ ഈ തുക കൊണ്ട് കമ്പനിയിൽ സ്ഥാപിച്ചു കഴിഞ്ഞു. നിലവിൽ മെറ്റൽ ഇൻഡസ്ട്രീസിലുള്ളത് ചെറിയ ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന ഹാമർ മാത്രമാണ്. കുറെ കൂടി ഭാരമുള്ള ഫോർജിങ്സ് സങ്കരലോഹങ്ങളിൽ ഉണ്ടാക്കാനാണ് തീരുമാനം. ഇതിന്റെ ഹാമർ ഇന്ത്യയിൽ നിന്ന് തന്നെ എത്തിക്കാനും തീരുമാനമായി. ഫോർജിങ്സ് ആവശ്യത്തിനനുസരിച്ച് അലുമിനിയം, സ്റ്റീൽ, ടൈറ്റാനിയം തുടങ്ങിയ
സങ്കരലോഹങ്ങളിൽ നിർമ്മിക്കുന്ന രീതിയിലാണ് പുതിയ പദ്ധതി ആസൂത്രണം ചെയ്തിട്ടുള്ളത്. ഇത്തരം സാധനങ്ങൾ നിർമ്മിച്ചു നൽകുന്ന കമ്പനികളുടെ എണ്ണം കുറവാണ്. അതിനാൽ തന്നെ ഈ മേഖലയിൽ മത്സരം കുറവായതിനാൽ നല്ല രീതിയിൽ ഉപകരണങ്ങൾ നിർമ്മിച്ചു നൽകാൻ കഴിയുമെന്നാണ് മെറ്റൽ ഇൻഡസ്ട്രീസ് ബോർഡിന്റെ വിലയിരുത്തൽ. തൃശൂർ അത്താണിയിലാണ് ഇത്തരത്തിലുള്ള മറ്റൊരു സർക്കാർ സ്ഥാപനം പ്രവർത്തിക്കുന്നത്. ബാക്കി 4.5 കോടി രൂപ സർക്കാരിൽ നിന്ന് കിട്ടുന്ന മുറയ്ക്ക് പദ്ധതിയുടെ അടുത്ത ഘട്ടവുമായി മുന്നോട്ടു പോകാനാണ് തീരുമാനം. മെറ്റൽ ഇൻഡസ്ട്രീസിന് കീഴിലെ സർക്കാർ പെട്രോൾ പമ്പിന് സമീപത്തുള്ള 12 ഏക്കർ സ്ഥലത്താണ് വിനോദത്തിനും വിദ്യാഭ്യാസത്തിനും ബിസിനസിനും ഊന്നൽ നൽകി പുതിയ പദ്ധതി ഒരുങ്ങുന്നത്. വിദ്യാഭ്യാസ രംഗത്ത് പുതിയ ആശയങ്ങളും സംവിധാനങ്ങളും എത്തിക്കുക, കൂടുതൽ ബിസിനസ്സുകൾ ആരംഭിക്കുക, ഭാരതപ്പുഴയുടെ പശ്ചാത്തലത്തിൽ കൂടുതൽ ടൂറിസം സാധ്യതകൾ എത്തിക്കുക, ആയുർവേദ സൗകര്യങ്ങളും സംവിധാനങ്ങളും ഒരുക്കുക, കലാമണ്ഡലത്തെ ഉപയോഗപ്പെടുത്തി കലകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകി സാംസ്കാരിക സൗകര്യമൊരുക്കുക, വള്ളൂനാട്ടിലെ സിനിമാ ലൊക്കേഷനെ പ്രയോജനപ്പെടുത്തി ബിസിനസ് സാധ്യത തുടങ്ങിയവയ്ക്ക് കൂടുതൽ പ്രാധാന്യം നൽകിയാണ് പാർക്ക് ഒരുക്കുന്നത്. 10 കോടി രൂപയോളം വരുന്ന പദ്ധതിയുടെ പ്രാരംഭ നടപടികൾ തുടങ്ങിക്കഴിഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. തൃശൂർ വടക്കാഞ്ചേരി കുണ്ടന്നൂരിൽ പോലീസിന്റെ വൻ കഞ്ചാവ് വേട്ട. പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന 80 കിലോ കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ 3 പേർ പിടിയിലായി. 2 പേർ ഓടി രക്ഷപ്പെട്ടു. തമിഴ്നാട് ധർമ്മപുരി സ്വദേശികളായ പൂവരശ്, മണി, ദിവിത് എന്നിവരാണ് പിടിയിലായത്. ഇന്ന് പുലർച്ചെ 1 മണിയോടെ കുണ്ടൂർ ചുങ്കത്തിന് സമീപം നടത്തിയ വാഹന പരിശോധനയിലാണ് കഞ്ചാവ് പിടികൂടിയത്. 42ഓളം പൊതികളിലായി ടേപ്പ് ചുറ്റി ഒട്ടിച്ച നിലയിലാണ് 80 കിലോ കഞ്ചാവ് കണ്ടെത്തിയത്. ഒഡീഷയിൽ നിന്നുമാണ് കഞ്ചാവ് എത്തിച്ചതെന്നാണ് സൂചന. ബൈക്കുകളിൽ തമിഴ്നാട്ടിലെത്തിക്കുന്ന കഞ്ചാവ് അവിടെ നിന്നും ചരക്ക് വാഹനങ്ങളിൽ കേരളത്തിലേക്ക് എത്തിക്കുകയാണ് ഇവരുടെ രീതി. വടക്കാഞ്ചേരി, എരുമപ്പെട്ടി, കുന്നംകുളം മേഖലകളിൽ വിതരണത്തിനായി കൊണ്ടുവന്ന കഞ്ചാവാണ് പിടികൂടിയത്. വടക്കാഞ്ചേരി പോലീസും സിറ്റി ഡാൻസ് ഓഫ് ടീമും നടത്തിയ വാഹന പരിശോധനയിലാണ് പ്രതികൾ പിടിയിലായത്. വടക്കാഞ്ചേരി CI റിജിൻ M. തോമസ്, ഗുരുവായൂർ CI പ്രേമാനന്ദകൃഷ്ണൻ, SIമാരായ അനുരാജ് പ്രദീപ്, ASI ജിജേഷ്, SCPO അരുൺ, ബാബു, ഹോംഗാർഡ് ഓമനക്കുട്ടൻ, സിറ്റി ഡാൻസ് ഓഫ് ടീം എന്നിവർ സംയുക്തമായാണ് കഞ്ചാവ് പിടികൂടിയത്. രക്ഷപ്പെട്ട 2 പേർക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. അനധികൃത മദ്യവിൽപ്പനയ്ക്കായി കൈവശം വെച്ച 2.5 ലിറ്റർ മദ്യവുമായി ഒരാൾ പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. കൊടുമുണ്ട മുതുതല സ്വദേശി വേലായുധനെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. SHO PK പത്മരാജൻ, SIമാരായ മണികണ്ഠൻ, സന്തോഷ്, ASI രംഗരാജൻ, SCPOമാരായ ബിജുമോൻ, ആന്റണി എന്നിവർ ഉൾപ്പെട്ട സംഘമാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. പാലക്കാട് ജില്ലാ പോലീസ് മേധാവിയുടെ നിർദ്ദേശത്തെ തുടർന്ന് പട്ടാമ്പി പോലീസ് ലഹരി വസ്തുക്കളുടെ വിൽപ്പന, ഉപയോഗം എന്നിവയ്ക്കെതിരെ ശക്തമായ നടപടികൾ സ്വീകരിച്ചു വരികയാണെന്നും വരും ദിവസങ്ങളിലും തുടർന്നും ശക്തമായ നടപടികളും പരിശോധനകളും ഉണ്ടാകുമെന്നും പട്ടാമ്പി SHO PK പത്മരാജൻ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. വിൽപ്പനയ്ക്കായി എത്തിച്ച MDMAയുമായി 2 യുവാക്കൾ പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. കാരക്കാട് വരമംഗലത്ത് വീട്ടിൽ 25 വയസ്സുള്ള മുഹമ്മദ് ഷാഫി, കൂരിയാട്ട് തൊടി വീട്ടിൽ 29 വയസ്സുള്ള മുഹമ്മദ് മുസ്തഫ എന്നിവരെയാണ് പട്ടാമ്പി പോലീസ് അറസ്റ്റ് ചെയ്തത്. കാരക്കാട് റെയിൽവേ സ്റ്റേഷന് സമീപത്ത് നിന്നും പിടിയിലായ ഇരുവരിൽ നിന്നും 5.6 ഗ്രാം MDMA പോലീസ് പിടിച്ചെടുത്തു. തൃശൂർ പുത്തൂർ സുവോളജിക്കൽ പാർക്ക് 2025 തുറന്നു നൽകുമെന്ന് റവന്യൂ മന്ത്രി K. രാജനും വനം വകുപ്പ് മന്ത്രി AK ശശീന്ദ്രനും അറിയിച്ചു. 2025 മെയ് മാസത്തോടെ എല്ലാ പക്ഷി മൃഗാദികളെയും പുത്തൂർ സുവോളജിക്കൽ പാർക്കിലേക്ക് മാറ്റും. പാർക്ക് അതിന്റെ സകല സംവിധാനങ്ങളോടുകൂടെയുമാകും പൊതുജനങ്ങൾക്കായി തുറന്നു നൽകുകയെന്നും മന്ത്രി വ്യക്തമാക്കി. പാർക്ക് സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു ഇരുവരും. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ അതിന്റെ ആവാസയിടങ്ങളിൽ കൃത്യമായി താമസിക്കാനുള്ള മൃഗങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തി 2025 സിവിൽ വർക്കുകൾ പൂർത്തിയാക്കി. 2025 മെയ് അവസാനത്തോടെ വിവിധങ്ങളായ ഇടങ്ങളിൽ നിന്ന് കൊണ്ടുവരേണ്ട മൃഗങ്ങളുടെ ട്രാൻസ്പോർട്ടേഷനും അവരുടെ ഇങ്ങോട്ട് എത്തിക്കലും പൂർണ്ണമാക്കി. നമുക്ക് 2025 തന്നെ, ഞാനൊരു കൃത്യമായ തീയതി പറയുന്നില്ല, ബഹുമാനപ്പെട്ട മന്ത്രിയോടുകൂടി ആലോചിച്ച് നമുക്കൊരു കൃത്യമായ 2025 തന്നെ സകല സംവിധാനങ്ങളോടുകൂടി ഇത് തുറക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു പരിപാടിയിലേക്ക് പോകണം എന്നാണ് കരുതുന്നത്. സുപ്രീംകോടതി നിരോധിച്ച ഓൺലൈൻ വ്യാപാരവും വഴിയോര കച്ചവടവും ചെറുകിട പടക്ക കച്ചവടക്കാരെ ദുരിതത്തിലാക്കുകയാണെന്ന് ഫയർ വർക്ക്സ് ഡീലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി KM ലെനിൻ. കേരളത്തിലെ ഉത്സവങ്ങളിൽ പടക്കം ഇല്ലാതാക്കാനുള്ള നീക്കം ചെറുകിട പടക്ക കച്ചവടക്കാരുടെ ഉപജീവനമാർഗം ഇല്ലാതാക്കുമെന്നും KM ലെനിൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഓൺലൈൻ പടക്ക വ്യാപാരത്തെക്കുറിച്ച് എക്സ്പ്ലോസീവ്, GST, പോലീസ് തുടങ്ങിയ വകുപ്പുകൾക്ക് പരാതി നൽകിയിട്ടും ഫലമുണ്ടാവുന്നില്ല. സുപ്രീംകോടതി നിരോധിച്ച ഓൺലൈൻ വ്യാപാരത്തിന് നേതൃത്വം നൽകുന്നത് ശിവകാശിയിലെ സ്വകാര്യ ഏജന്റുമാരാണ്. വൻ അപകടം ക്ഷണിച്ചു വരുത്തുന്ന ഓൺലൈൻ വ്യാപാരവും വഴിയോര കച്ചവടവും
സുപ്രീം കോടതി നിരോധിച്ചിട്ടും നിർബാധം തുടരുകയാണ്. കേന്ദ്ര സർക്കാരിന്റെ പുതുക്കിയ എക്സ്പ്ലോസീവ് കരട് നയത്തിൽ ചെറുകിട പടക്ക വ്യാപാരികളെ പ്രതിസന്ധിയിലാക്കുന്ന ഒട്ടേറെ നിയമങ്ങളുണ്ടെന്നും ഇത് പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് കേന്ദ്രമന്ത്രിക്ക് നിവേദനം നൽകിയിട്ടുണ്ടെന്നും ലെനിൻ പറഞ്ഞു. സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി CA ഉണ്ണികൃഷ്ണൻ, ജില്ലാ പ്രസിഡന്റ് അനിൽ P. വിൽസൺ, നസീർ, അജയൻ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചറിൽ കയറി പാലക്കാട് നിന്ന് ഷൊർണൂരിലേക്കോ കോഴിക്കോടിലേക്കോ യാത്ര ചെയ്യുന്നവർ ട്രെയിനിലിരുന്ന് മുഷിയും. കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചറിൽ പാലക്കാട് നിന്ന് ഷൊർണൂരിലേക്ക് എത്താൻ 2 മണിക്കൂറോളം വേണം. 7:55 മംഗലാപുരം പാസഞ്ചർ കോയമ്പത്തൂരിൽ നിന്ന് പുറപ്പെടുക. 8 കോയമ്പത്തൂരിൽ നിന്ന് ഹൈദരാബാദ് തിരുവനന്തപുരം ശബരി എക്സ്പ്രസും യാത്ര ആരംഭിക്കും. 5 മിനിറ്റ് വ്യത്യാസത്തിലാണ് ഇരു ട്രെയിനുകളും 9:15 പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിൽ എത്തുക. കോഴിക്കോട് ഭാഗത്തേക്ക് മറ്റു ട്രെയിനുകൾ ഇല്ലാത്തതിനാൽ എല്ലാവരും മംഗലാപുരം പാസഞ്ചറിനെയാണ് ആശ്രയിക്കുന്നത്. തൃശൂർ ഭാഗത്തേക്കുള്ളവർ ശബരിയെയും ആശ്രയിക്കും. പാലക്കാട് നിന്ന് ആദ്യം എടുക്കുന്ന മംഗലാപുരം പാസഞ്ചർ പറളിയിലോ ലക്കിടിയിലോ നിർത്തിയിട്ട് ശബരി എക്സ്പ്രസിന് വഴി കൊടുക്കും. മിക്ക ദിവസങ്ങളിലും മണിക്കൂറുകളോളം ഇവിടങ്ങളിൽ ട്രെയിൻ പിടിച്ചിടാറുണ്ടെന്ന് യാത്രക്കാർ പറയുന്നു. ചില ദിവസങ്ങളിൽ ആലപ്പുഴ എക്സ്പ്രസും കടന്നുപോയി കഴിഞ്ഞിട്ടേ ട്രെയിൻ യാത്ര ആരംഭിക്കാറുള്ളൂ. പാലക്കാട് നിന്ന് ഷൊർണൂരിലേക്ക് ബസ് മാർഗം 1 മണിക്കൂറിൽ എത്തുന്നത് ട്രെയിനിൽ 2 മണിക്കൂറോളം കാത്തിരിക്കേണ്ട ദുരിതമാണ് യാത്രക്കാർക്ക്. നിർത്തിയിടുന്ന റെയിൽവേ സ്റ്റേഷനുകളിൽ ഒരു കട പോലും ഇല്ലാത്തതും യാത്രക്കാർക്ക് ബുദ്ധിമുട്ട് സൃഷ്ടിക്കുന്നു. രാവിലെ 10 ഒറ്റപ്പാലത്തും 10:25 ഷൊർണൂരും എത്തേണ്ട ട്രെയിൻ 11:30 കഴിഞ്ഞിട്ട് ചില ദിവസങ്ങളിൽ ഷൊർണൂർ ജംഗ്ഷനിൽ എത്താറുള്ളൂ. ഷൊർണൂരിലേക്ക് രാവിലെ ട്രെയിനുകൾ കുറവായതിനാൽ മംഗലാപുരം കോഴിക്കോട് ഭാഗത്തേക്കുള്ള പല യാത്രക്കാരും ഷൊർണൂരിൽ നിന്ന് ട്രെയിൻ മാറിക്കയറാമെന്ന ലക്ഷ്യത്തോടെയാണ് മംഗലാപുരം പാസഞ്ചറിൽ കയറുന്നത്. എന്നാൽ ട്രെയിൻ പിടിച്ചിരുന്നതോടെ ഇവർക്ക് മറ്റ് ട്രെയിനുകളും പലപ്പോഴും കിട്ടാറില്ലെന്നാണ് യാത്രക്കാരുടെ പരാതി. കോയമ്പത്തൂർ മംഗലാപുരം പാസഞ്ചറിന് മങ്കരയിലും പാലപ്പുറത്തും സ്റ്റോപ്പുകൾ ഒഴിവാക്കിയെങ്കിലും അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ലെന്നാണ് യാത്രക്കാർ പറയുന്നത്. ടിക്കറ്റ് നിരക്ക് കുറവായതിനാൽ മംഗലാപുരം പാസഞ്ചറിനെ നിരവധി യാത്രക്കാരാണ് ദിനംപ്രതി ആശ്രയിക്കുന്നത്. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ലോക മണ്ണ് ദിനത്തോടനുബന്ധിച്ച് പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ പട്ടിത്തറ ഗ്രാമപഞ്ചായത്തിൽ വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് P. ബാലൻ ഉദ്ഘാടനം ചെയ്തു. അരീക്കാട് സർക്കാർ LP സ്കൂളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സെബു സദക്കത്തുള്ള അധ്യക്ഷത വഹിച്ചു. കൃഷി വിജ്ഞാന കേന്ദ്രം മേധാവി ഡോക്ടർ സുമ്യ KV വിഷയാവതരണം നടത്തി. അരീക്കാട് സർക്കാർ LP സ്കൂളിലെ ഉറവിട ജൈവമാലിന്യ സംസ്കരണത്തിനായി ബയോബിനും ഇന്നോക്കുലം കലർന്ന ചകിരിച്ചോറും നൽകി. കൂടാതെ കുട്ടികളിൽ മണ്ണ് സംരക്ഷണത്തെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കുന്നതിന് വേണ്ടി പെയിന്റിംഗ്, ക്വിസ് മത്സരങ്ങൾ സംഘടിപ്പിക്കുകയും വിജയികൾക്ക് സമ്മാനം നൽകുകയും ചെയ്തു. ബയോബിൻ എങ്ങനെ ഫലപ്രദമായി ഉപയോഗിക്കാമെന്നതിനെക്കുറിച്ച് പാലക്കാട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിലെ അഗ്രോണമി വിഭാഗം സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് അരുൺ താഴത്ത് വിശദീകരിച്ചു. പ്രധാന അധ്യാപകൻ K. ശശി, വാർഡ് മെമ്പർമാരായ രാധ, അബ്ദുള്ളക്കുട്ടി, SSG ചെയർമാൻ സാമ്പൻ, കൃഷി വിജ്ഞാന കേന്ദ്രം പ്രൊഫസറായ ഡോക്ടർ M. ഇസ്രായേൽ തോമസ്, ശ്രീലക്ഷ്മി എന്നിവർ സംസാരിച്ചു. ആലൂർ യുവജന വായനശാലയിൽ വെച്ച് ജൈവകൃഷി ആദായകരമാക്കാൻ കമ്പോസ്റ്റിംഗ് മാർഗങ്ങൾ എന്ന വിഷയത്തിൽ കർഷകർക്ക് ക്ലാസ് നൽകി. ചടങ്ങിൽ വായനശാല പ്രസിഡന്റ് കുഞ്ഞാപ്പു, സെക്രട്ടറി ജയപ്രകാശ് എന്നിവരും സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. ഷൊർണൂർ സെന്റ് തെരേസ് LP സ്കൂളും കണ്ണൂർ തിലാനൂർ LP സ്കൂളും സംയുക്തമായി ഡിസംബർ 4-5 തീയതികളിലായി സംഘടിപ്പിച്ച ദ്വിദിന പഠന ക്യാമ്പിന് സമാപനമായി. 2 ദിവസങ്ങളായി നടന്ന പഠന ക്യാമ്പിൽ കണ്ണൂരിൽ നിന്നും എത്തിയ 14ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. ക്യാമ്പിന്റെ ഭാഗമായി നടന്ന ഐസ് ബ്രേക്കിംഗ് സെക്ഷൻ വളരെയേറെ സൗഹാർദ്ദപരമായിരുന്നു. വൈകുന്നേരം ഷൊർണൂർ കൂട്ടുകലാവേദി കലാകാരന്മാരുടെ നേതൃത്വത്തിൽ നടത്തിയ തുടികൊട്ട് നാടൻപാട്ട് ശില്പശാല വിദ്യാർത്ഥികളെയും അധ്യാപകരെയും കൂടുതൽ ആകർഷിച്ചു. കേരളത്തിന്റെ സാംസ്കാരിക നഗരമായ തൃശ്ശൂരിന്റെയും നെല്ലറകളുടെ നാടെന്നറിയപ്പെടുന്ന പാലക്കാടിന്റെയും അതിർത്തി പങ്കിടുന്ന കേരള കലാമണ്ഡലം സന്ദർശനം കണ്ണൂരിൽ നിന്നെത്തിയ കുരുന്നു വിദ്യാർത്ഥികൾക്ക് കലാസംസ്കാരത്തെ തൊട്ടുണർത്തുന്നതായിരുന്നു.
വിവിധ ജില്ലകളും സംസ്കാരങ്ങളും ഭാഷകളും സമ്മേളിക്കുന്ന മേളിതം 2024 എന്ന പേരിൽ സംഘടിപ്പിച്ച ദ്വിദിന പഠന ക്യാമ്പ് ഏറെ വൈവിധ്യം നിറഞ്ഞതും ഹൃദയത്തെ തൊട്ടുണർത്തുന്നതുമായിരുന്നെന്ന് തിലാനൂർ സ്കൂളിലെ അധ്യാപകരും വിദ്യാർത്ഥികളും അഭിപ്രായപ്പെട്ടു. ന്യൂസ് സെന്റർ ഷൊർണൂർ. പട്ടാമ്പി നഗരസഭയിൽ കേരളോത്സവത്തിന്റെ ഭാഗമായി ചെസ് മത്സരങ്ങൾ സംഘടിപ്പിച്ചു. നഗരസഭാ വൈസ് ചെയർമാൻ TP ഷാജി ഉദ്ഘാടനം ചെയ്തു. ആർബിറ്റർ AP വേണുഗോപാൽ മത്സരം നിയന്ത്രിച്ചു. നഗരസഭാ ഹാളിൽ നടന്ന ചടങ്ങിൽ കോർഡിനേറ്റർ K അക്ബർ, നഗരസഭാ ഉദ്യോഗസ്ഥർ, നഗരസഭാ പരിധിയിലെ ക്ലബ് ഭാരവാഹികൾ എന്നിവർ പങ്കെടുത്തു. ചെസ് മത്സരത്തിൽ റയാൻ മുഹമ്മദ് 1ാം സ്ഥാനവും മൻസൂർ അലി ബാബാസ് 2ാം സ്ഥാനവും ഹാഫീസ് മുഹമ്മദ് 3ാം സ്ഥാനവും കരസ്ഥമാക്കി. ചടങ്ങിൽ ജേതാക്കൾക്ക് വൈസ് ചെയർമാൻ TP ഷാജി ട്രോഫി സമ്മാനിച്ചു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. മണ്ണൂർ AUPSലെ 40ഓളം വിദ്യാർത്ഥികൾക്കുള്ള ഫുട്ബോൾ പരിശീലന ക്യാമ്പിന് പത്രിപ്പാല NMC ആശുപത്രി ടർഫിൽ തുടക്കമായി. പത്രിപ്പാല NMC ആശുപത്രിയുടെ സഹകരണത്തോടെ നടത്തുന്ന പരിശീലന ക്യാമ്പ് പറളി ഹൈസ്കൂളിലെ കായികാധ്യാപകനും GV രാജ അവാർഡ് ജേതാവുമായ PG മനോജ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. അവരുടെ അധ്യാപകർക്കുള്ളത് അതിലൂടെ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കണമെന്നുള്ളത് പറളി പോലെ ആയാൽ പോലെ അതിനേക്കാളും വലിയ നിലയിലേക്ക് നമ്മുടെ സ്കൂൾ ഉയരട്ടെ. കാരണം അത്രമാത്രം പ്രവർത്തിക്കാൻ ശേഷിയുള്ള ഒരു പറ്റം അധ്യാപകരും അവരെ പ്രോത്സാഹിപ്പിക്കാനായിട്ട് നമ്മുടെ ഈ ഗ്രൗണ്ടിൻ്റെ ഓണർ ഉൾപ്പെടെയുള്ള എല്ലാവരും കൂടെ നിൽക്കുക എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. ഇപ്പോൾ ഞങ്ങളൊക്കെ പഠിക്കുന്ന വന്ന കാലഘട്ടങ്ങളിലൊക്കെ ഒരുപാട് പാവപ്പെട്ട കുടുംബങ്ങളിൽ വരുന്ന കുട്ടികളാണ്. അവർക്ക് നല്ലൊരു സ്പൈക്സ് വാങ്ങിക്കൊടുക്കാൻ പോലും പൈസ ഇല്ലാത്ത കാലഘട്ടത്തിലൂടെയൊക്കെയാണ് ഞങ്ങൾ കടന്നുപോയത്. അവരൊക്കെ സഹായിക്കാനൊക്കെ ആയിട്ട് ഒരുപാട് പേര് ഇങ്ങനെ രംഗത്ത് അതിനോട് താല്പര്യമുള്ളവരും ആ കുട്ടികളുടെ കഷ്ടപ്പാടൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എന്ത് ചെയ്തു കൊടുക്കാൻ കഴിയും എന്നതിനെക്കുറിച്ചൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ പറ്റുമോ അവൻ്റെ പരിധി നിന്നുകൊണ്ട് അതെല്ലാം ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമുണ്ടായിരുന്നു. വിദ്യാർത്ഥികളെ മികച്ച ഫുട്ബോൾ താരങ്ങളാക്കി വളർത്തിയെടുക്കുക ലക്ഷ്യമിട്ടാണ് പരിശീലന പരിപാടിക്ക് തുടക്കമിട്ടത്. പത്രിപ്പാല NMC ആശുപത്രിയിലെ ടർഫിൽ വെച്ചാണ് ഒരു മാസം നീണ്ടു നിൽക്കുന്ന പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. പത്രിപ്പാല NMC ഹോസ്പിറ്റലുമായി സഹകരിച്ചാണ് പരിശീലന ക്യാമ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത്. സ്കൂൾ പ്രധാനാധ്യാപിക TA ഷെരീഫ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. അബ്ബാസ് മാസ്റ്റർ, ആശുപത്രി ജനറൽ മാനേജർ മാധവൻകുട്ടി, മാനേജർ സതീഷ് പുഴിക്കുന്ന്, ചിന്നൻ നരിക്കോട്, മുരളി നരിക്കോട് എന്നിവർ സംസാരിച്ചു. കായികാധ്യാപകൻ മനോജ് മാഷിനെ സ്കൂൾ പ്രധാനാധ്യാപികയും അധ്യാപകരും ചേർന്ന് ഉപഹാരം നൽകി സ്വീകരിച്ചു. അധ്യാപകരായ മുഹമ്മദ് ഷിഹാബുദ്ദീൻ, അമൽ ശങ്കർ എന്നിവരാണ് നേതൃത്വം നൽകി വരുന്നത്. കോച്ച് മുഹമ്മദ് നിസാറാണ് കുട്ടികൾക്ക് ഫുട്ബോൾ പരിശീലനം നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. സ്വകാര്യ കുത്തക മുതലാളിമാർ വൈദ്യുത മേഖല കൈയടക്കാൻ ശ്രമിക്കുകയാണെന്ന് വൈദ്യുത വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി. കേന്ദ്രം തെറ്റായ സമീപനം തുടരുമ്പോഴും കേരളത്തിന്റെ സർവോത്മകമായ വികസന മുന്നേറ്റത്തിന് ഊർജം പകർന്നുകൊണ്ടാണ് സംസ്ഥാന സർക്കാരും KECBയും വൈദ്യുതി ഉൽപാദന, പ്രസരണ, വിതരണ മേഖലകളിൽ വികസന പ്രവർത്തനങ്ങളുമായി മുന്നേറുന്നതെന്നും മന്ത്രി. ആധുനിക സൗകര്യങ്ങളോടുകൂടി നിർമ്മിച്ച കൊപ്പം ഇലക്ട്രിക്കൽ സെക്ഷൻ ഓഫീസ് മന്ദിരത്തിന്റെ ഉദ്ഘാടനം നടന്നു. വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ട് കേരളം ആവശ്യപ്പെട്ട 3 കാര്യങ്ങളും കേന്ദ്രം അവഗണിച്ചെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ. ദുരന്തത്തെ L3 വിഭാഗത്തിൽ ഉൾപ്പെടുത്തണമെന്നും ദുരന്തബാധിതരുടെ കടം എഴുതിത്തള്ളണമെന്നും ആവശ്യപ്പെട്ടിട്ടും കേന്ദ്രം നിരാകരിച്ചെന്നും മന്ത്രി. പുതിയ സ്വപ്ന പദ്ധതികൾക്ക് തുടക്കം കുറിച്ച് ഷൊർണൂരിന്റെ മുഖമുദ്രയായ മെറ്റൽ ഇൻഡസ്ട്രീസ്. ഒരുങ്ങുന്നത് ISRO ബ്രഹ്മോസ് പോലുള്ളവയ്ക്ക് റോക്കറ്റ് വിക്ഷേപണങ്ങൾക്കും മിസൈലുകൾക്കും ആവശ്യമായ ചെറിയ ഫോർജിംഗ് നിർമ്മിച്ചു നൽകുന്ന എയ്റോസ്പേസ് പദ്ധതി. പദ്ധതി ആരംഭിക്കുന്നത് മെറ്റൽ ഇൻഡസ്ട്രീസിന് കീഴിലെ സർക്കാർ പെട്രോൾ പമ്പിന് സമീപത്തുള്ള 12 ഏക്കർ സ്ഥലത്ത്. വടക്കാഞ്ചേരി കുണ്ടന്നൂരിൽ പോലീസിന്റെ വൻ കഞ്ചാവ് വേട്ട. പിക്കപ്പ് വാനിൽ കടത്തുകയായിരുന്ന 80 കിലോ കഞ്ചാവ് പിടികൂടി. സംഭവത്തിൽ തമിഴ്നാട് സ്വദേശികളായ 3 പേർ പിടിയിൽ. ഓങ്ങല്ലൂരിൽ MDMAയുമായി 2 യുവാക്കളെയും അനധികൃത മദ്യവിൽപ്പന നടത്തിയ മുതുതല സ്വദേശിയും പട്ടാമ്പി പോലീസിന്റെ പിടിയിൽ. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.